നമസ്കാരം. വെള്ളക്കടലാസ് മുതൽ വെള്ളിത്തിര വരെ നിങ്ങൾക്കും സിനിമാക്കാരനാകാം. 34 ഭാഗത്തിലേക്ക് സ്വാഗതം. സിനിമയിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവർ, മലയാള സിനിമയുടെ ചരിത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർ ഈ ചാനൽ ഇപ്പോഴാണ് കാണുന്നതെങ്കിൽ ഇതിനു മുന്നേയുള്ള ഭാഗങ്ങളും കാണാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. സിനിമയുടെ ചരിത്രമാണ് നാം പറഞ്ഞു വന്നത്. 1965 ചരിത്രമാണ് കഴിഞ്ഞ ഭാഗങ്ങളിൽ പറഞ്ഞത്. അത് തുടരുകയാണ്. 1965 മലയാള സിനിമയിലേക്ക് ഒരു പുതിയ തിരക്കഥാകൃത്ത് വരുന്നു. അത് MT വാസുദേവൻ നായരാണ്. നോവൽ, കഥ എന്നീ രംഗങ്ങളിൽ പ്രതിഭാധനായി നിന്നിരുന്ന വാസുദേവൻ നായർ തിരക്കഥാ രംഗത്തും പ്രവേശിക്കുന്നു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തിരക്കഥ അഖിലേന്ത്യാ തലത്തിൽ തന്നെ പ്രശസ്തമാവുകയും ചെയ്യുന്നു. MT വാസുദേവൻ നായരുടെ ആദ്യ സിനിമയായിരുന്നു, തിരക്കഥ എഴുതിയ സിനിമയായിരുന്നു മുറപ്പെണ്ണ് എന്നത്. നായർ തറവാട്, തകർന്ന നാലുകെട്ട്, കുടുംബ ബന്ധങ്ങളിലെ അന്തഛിദ്രം, നെടുവീർപ്പ്, അതേപോലെ തന്നെ കണ്ണുനീര്, ഭാരതപ്പുഴ, ഇതൊക്കെ MTയുടെ ചില ദൗർബല്യങ്ങളാണ്. അല്ലെങ്കിൽ MTയുടെ ചില കഥകളിലും നോവലുകളിലും തിരക്കഥകളിലും കാണുന്ന എലമെൻറ്റുകളാണ്. അത് ഇതിലും ഉണ്ടായിരുന്നു. ഇതിൻ്റെ നിർമ്മാതാവ് ശോഭന പരമേശ്വരൻ നായരായിരുന്നു. കരയുന്നോ പുഴ ചിരിക്കുന്നോ, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന മനോഹരമായ ഗാനം, കടവത്ത് തോടിയെടുത്തപ്പോൾ പെണ്ണിൻ്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം എന്ന ഗാനം, ഇതൊക്കെ മുറപ്പെണ്ണിലാണ് ഉള്ളത്. മുറപ്പെണ്ണിലെ ഗാനങ്ങളായിരുന്നു. സാമാന്യം വിജയം വരിച്ച മറ്റു 2 ചിത്രങ്ങൾ കൂടി 1965 ഉണ്ടായിരുന്നു. തൊമ്മൻ്റെ മക്കളും റോസിയും. തൊമ്മൻ്റെ മക്കളുടെ തിരക്കഥയും സംഭാഷണവും എഴുതിയത് PJ ആൻ്റണിയാണ്. സംവിധാനം ശശികുമാറിൻ്റേതായിരുന്നു. റോസി സംവിധാനം ചെയ്ത് PN മേനോനാണ്. അതുവരെ ചിത്രരചന രംഗത്ത്, പരസ്യ കലാരംഗത്തായിരുന്നു PN മേനോൻ ഉണ്ടായിരുന്നത്. PN മേനോൻ ശരിക്കും സിനിമയിൽ പ്രവേശിക്കുന്നതിന് പിന്നിലൊരു ചെറിയ ചരിത്രമുണ്ട്. സിനിമാ മോഹവുമായി സേലത്തെ മോഡേൺ തിയേറ്ററിലാണ് PN മേനോൻ നാട് വിട്ട് ചെന്നെത്തുന്നത്. മദ്രാശിയിലെത്തി സേലത്തെ മോഡേൺ തിയേറ്ററിൽ ആണ് ചെല്ലുന്നത്. മതഗത എന്ന പേരിലുള്ള തിയേറ്റർ. അവിടെ TS ധ്വരരാജ് എന്ന ഒരു കോമഡിയൻ്റെതായിരുന്നു ആ സിനിമാ കമ്പനി. അദ്ദേഹത്തെ കണ്ട് ഒരു ജോലിയൊക്കെ ആവശ്യപ്പെട്ടു, അപേക്ഷിച്ചു. സിനിമാ രംഗത്തോടുള്ള താല്പര്യം പറഞ്ഞു. അദ്ദേഹം അവിടെ പ്രൊഡക്ഷൻ സഹായിയായിട്ട് PN മേനോനെ നിയമിച്ചു. പ്രൊഡക്ഷൻ സഹായി എന്ന് പറഞ്ഞാൽ ധ്വരരാജൻ്റെ വസ്ത്രങ്ങൾ അലക്കി കൊടുക്കുക, എണ്ണ തേച്ച് കുളിപ്പിക്കുക, ഇതൊക്കെയായിരുന്നു ജോലി. എങ്കിൽ പോലും ക്യാമറയ്ക്ക് സമീപം പോകാൻ, എഡിറ്റിങ്, മേക്കപ്പ് എന്നീ രംഗങ്ങളിലൊക്കെ കടന്നു ചെല്ലാനുള്ള സ്വാതന്ത്ര്യം ഉണ്ടാവുകയും സിനിമ രൂപപ്പെടുത്തുന്നതിൻ്റെ എല്ലാ ഘട്ടങ്ങളും തന്നെ മനസ്സിലാക്കാനും PN മേനോന് ഇതുകൊണ്ട് കഴിഞ്ഞു. ആദ്യമായി ക്യാമറ കണ്ടത് ഈ കാലഘട്ടത്തിലാണെന്ന്, അതുകൊണ്ട് ഇതിനോട് ഏറ്റവും കൂടുതൽ താൻ കടപ്പെട്ടിരിക്കുന്നു എന്നും PN മേനോൻ പറയാറുണ്ട്. ആ PN മേനോൻ്റെ സിനിമയാണ് PN മേനോൻ സംവിധായകനായി വരുന്ന ആദ്യ സിനിമയാണ് റോസി. അതിൽ ജോബ് മാസ്റ്റർ ചിട്ടപ്പെടുത്തിയ P ഭാസ്കരൻ്റെ ഒരു ഗാനം ഇന്നും നമ്മൾ ഓർക്കാറുണ്ട്. അല്ലിയാമ്പൽ കടവിൽ അന്ന് അരയ്ക്കു വെള്ളം, അന്ന് നമ്മളൊന്നായി തുഴഞ്ഞില്ലേ കൊതുമ്പു വെള്ളം, തണ്ടൊടിഞ്ഞ താമര ഞാൻ കൊണ്ടുവന്നപ്പോൾ പെണ്ണെ നിൻ കവിളി കണ്ടു മറ്റൊരു താമരക്കാട്. ഈ ഗാനം ഇന്നും നമ്മൾ ആലോചിക്കാറുണ്ട്, അല്ലെങ്കിൽ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വുമൺ ഓഫ് ദി റിവർ എന്ന ഇറ്റാലിയൻ സിനിമയുടെ മലയാളമായിരുന്നു റോസി PN മേനോൻ ചെയ്തത്. യഥാർത്ഥത്തിൽ അന്നുവരെ തിയേറ്റർ സെറ്റിട്ട് മാത്രം ആയിരുന്നു ചിത്രീകരണമെങ്കിൽ PN മേനോനാണ് മലയാള സിനിമയെ വാതിൽപ്പുറ ചിത്രീകരണത്തിലേക്ക്, ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നത് എന്നതാണ് ചരിത്രം. അതേപോലെ പാട്ടുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പഴയകാല പാട്ടുകളും അലങ്കാരങ്ങളും പറഞ്ഞു. അതെങ്ങനെയാണ് രൂപപ്പെടുത്തിയതെന്ന് പറഞ്ഞു. കൂടാതെ പുതിയ തലമുറക്കാർ അല്ലെങ്കിൽ പുതിയ പാട്ടെഴുത്തുകാർ പാട്ടിനെ എങ്ങനെ കാണുന്നു എന്നുകൂടി മനസ്സിലാക്കാം എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ പറയുകയുണ്ടായി. റഫീഖ് അഹമ്മദ് പറയുന്നു, പലപ്പോഴും സിനിമകളിൽ
പാട്ടുകൾ തന്നെ ആവശ്യമില്ലാത്തൊരു കാലമാണത്രേ. പുതിയ പാട്ടുകളുടെ രീതി കാലവുമായി ചേർന്നാണ് നിൽക്കുന്നത്. സിനിമയുമായി അടർത്തി മാറ്റി ചിന്തിക്കേണ്ടതില്ല ഗാനങ്ങൾക്ക് എന്നാണ്. നിലവാരത്തകർച്ച എന്നുള്ള കാര്യങ്ങളൊന്നും ഓർക്കേണ്ടതില്ല. കാരണം സിനിമയായിട്ട് ചേർന്നാണ് പുതിയ കാലത്തെ ഗാനങ്ങൾ ചേർത്ത് വെച്ച് മനസ്സിലാക്കേണ്ടത്. ഹുക്ക് ലൈൻസ് എന്ന് പറഞ്ഞാൽ പാട്ടുകൾക്കിടയിൽ ആവർത്തിക്കുന്ന ഒരു രീതിയുണ്ട്. ഇതിനാണ് ഹുക്ക് ലൈൻസ് ഇപ്പോഴും ആൾക്കാർ ഭയങ്കരമായിട്ട് പുതിയ സിനിമകളിലെ ഹുക്ക് ലൈൻസ് ഇഷ്ടപ്പെടുന്നു. യൂസ് ആൻഡ് ത്രോ എന്ന കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് സിനിമയിലൊപ്പം കേൾക്കുക, അത് കഴിഞ്ഞാൽ അത് ഉപേക്ഷിക്കുക എന്നുള്ള രീതിയാണെന്നാണ് റഫീഖ് അഹമ്മദിൻ്റെ അഭിപ്രായം. VK ഹരിനാരായണൻ പറയുന്നത് മറ്റൊന്നാണ്. പഴയ പാട്ടുകൾക്ക് പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞ അതിർത്തി രേഖയൊന്നും കാണേണ്ടതില്ല. പഴയ പാട്ടുകൾ പുതിയ പാട്ടുകൾ എന്ന് പറഞ്ഞ ഒരു അതിർത്തി രേഖ എവിടെയാണുള്ളത്? ബാല്യകാലത്ത് കേട്ടത് പലപ്പോഴും പിന്നീട് നമ്മൾ ഓർക്കും, വലുതാകുമ്പോഴും അത് ഓർത്തിരിക്കും. അതുകൊണ്ട് അതിനോട് കൂടുതൽ താല്പര്യമുണ്ടാകുന്നു. ജനപ്രിയ സിനിമയ്ക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തതാണ് ഗാനങ്ങൾ എന്നും അദ്ദേഹം പറയും. ഗാനങ്ങൾ സിനിമയ്ക്ക് ആവശ്യമില്ല എന്ന് ഒരാൾ പറയും, അദ്ദേഹം പറയും ജനപ്രിയ സിനിമകൾക്ക് ഒഴിച്ചുകൂടാനാവാത്തതാണ് ഗാനങ്ങൾ എന്നാണ്. ക്രിക്കറ്റുകാരൻ ആർ അശ്വിൻ റീൽസ് ചെയ്യുന്നത് പോലും കരിങ്കാളിയല്ലേ എന്ന പാട്ട് മുഖ്യമായി ഉപയോഗിച്ചുകൊണ്ടാണ്. അതുകൊണ്ട് സിനിമ ചെയ്യുന്ന കാലത്തിൻ്റെ സ്വഭാവം പാട്ടുകൾക്കൊക്കെ ഉണ്ടാകും എന്നാണ് ഹരിനാരായണൻ്റെ അഭിപ്രായം. മലയാളത്തിലെ എത്രയെത്ര വാക്കുകളാണ് പുതിയ സിനിമാ ഗാനങ്ങളിൽ വന്നതെന്നും അദ്ദേഹം സൂചിപ്പിക്കും. വിനായക് ശശികുമാർ എന്ന പാട്ടെഴുത്തുകാരൻ പറയുന്നത് അങ്ങനെയല്ല. പഴയതാണ് പുതിയതിനേക്കാൾ നല്ലത് എന്നത് എക്കാലത്തെയും തോന്നലാണ്. അക്കാലത്ത് തോന്നിയിരുന്നാൽ അതിന് മുന്നേ ഉള്ളതായിരിക്കും നല്ലത്. പഴയതൊക്കെ നല്ലതാണ്, പുതിയത് അത്ര നല്ലതല്ല. ആ തോന്നലിൻ്റെ ഭാഗമായിട്ടാണ് പഴയ പാട്ടുകളാണ് നല്ലത് എന്ന് പറയുന്നതെന്നാണ് വിനായക് ശശികുമാർ പറയുന്നത്. 2000-ന് ശേഷം ജനിച്ചവർ ഇവർ പറയുന്നത് പോലെ ആ പഴയ ഗാനങ്ങൾ നല്ലതാണെന്ന് പറയാറുണ്ടോ എന്നും അദ്ദേഹം ചോദിക്കുന്നു. ഗാനരചനയ്ക്ക് സിനിമാറ്റിക് സെൻസിബിലിറ്റി വേണം. അതാണ് ഗാനരചനയ്ക്ക് ആവശ്യമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. കവിതയിലെ പോലെ പദസമ്പത്ത് ഗാനത്തിന് ആവശ്യമില്ല എന്നും വിനായക് വിശ്വസിക്കുന്നു. പഴയ മട്ടിലുള്ള ഗാനങ്ങൾ ഇപ്പോഴും ഇറങ്ങാറുണ്ട്. അതിൽ വളരെ കുറച്ച് മാത്രമേ ഹിറ്റാവുന്നു. പുതിയ രീതിയിലുള്ള ഗാനങ്ങളാണ് ഹിറ്റുകളാണ്. അതുകൊണ്ടാണ് അത്തരം ഗാനങ്ങൾ വീണ്ടും വീണ്ടും എഴുതാൻ പ്രൊഡ്യൂസർമാരും സംവിധായകരും ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുണ്ട്. ഹിറ്റാകുമ്പോൾ വീണ്ടും വീണ്ടും ആവശ്യപ്പെടുന്നു. അപ്പോഴൊക്കെ ഇന്നും ആ ഗാനങ്ങളുടെ നേരത്തെ റഫീഖ് അഹമ്മദ് പറഞ്ഞ പോലെ ഹുക്ക് ലൈൻസ് ഇന്നും ആളുകൾ നെഞ്ചിലേറ്റുന്നു. അധികം കേട്ടില്ലെങ്കിൽ ഹുക്ക് ലൈൻസ് ആവർത്തിച്ച് വരുന്ന ആ ഗാനങ്ങളെയാണ് ഹുക്ക് ലൈൻസ് എന്ന് പറയുന്നത്. ഇതിനോട് നമുക്ക് യോജിക്കാം, വിയോജിക്കാം. ഇതെല്ലാം ഓരോ പാഠപുസ്തകങ്ങളാണെന്ന് മാത്രം കൂട്ടിയാൽ മതി. മുന്നേയുള്ള ഗാനങ്ങൾ എങ്ങനെയാണ് പാരമ്പര്യത്തിൻ്റെ, സ്വത്വബോധത്തിൻ്റെ, തനിമയുടെ സത്തുക്കൾ അരച്ചു ചേർത്ത് നിർമ്മിച്ചത്, അല്ലെങ്കിൽ പലതിലേക്കും നമ്മളെ എത്തിക്കുന്നത്, പല ഓർമ്മകളിലേക്കും നമ്മളെ യാത്രയാക്കുന്നത് എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായി. പുതിയ ഗാനങ്ങൾ ഹുക്ക് ലൈൻസിലൂടെ എങ്ങനെയാണ് ആളുകളിൽ ആസ്വാദ്യകരമാക്കുന്നത് എന്നാണ് ഇവർ പറയുന്നത്. ഇവരിത്രയൊക്കെയാണ് കാണുന്നത്. പണ്ട് മലയാളികൾ മാത്രമാണ് പാട്ട് കേട്ടിരുന്നതെന്ന് ഇന്ന് ലോകം മുഴുവനും കേൾക്കുന്നു. ഇതിൻ്റെ ആധുനിക സൗകര്യങ്ങളും സാങ്കേതിക വിദ്യയൊക്കെ കൊണ്ട് ലോകം മുഴുവനും കേൾക്കും. അതേ രീതിയിലാണ് അപ്പോൾ പോകേണ്ടത്. ഇത് മതി എന്നാണ് പറയുന്നത്. നമുക്ക് യോജിക്കാം, വിയോജിക്കാം. പക്ഷേ പഠിതാക്കൾ എന്ന നിലയിൽ ഇത് രണ്ടും മനസ്സിലാക്കുകയും അതിലൂടെ സഞ്ചരിക്കുകയും പുതിയൊരു ഉൽപ്പന്നം ഉണ്ടാക്കുകയുമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും തുടരാം. നമസ്കാരം.